ഷാങ്ഹായ് പോലെ വികസിക്കുന്ന നഗരമാണ് അഹമ്മദാബാദ് എന്നാണ് പ്രധാനമന്ത്രി അടക്കം അവകാശപ്പെടുന്നത്. എൽ.കെ. അദ്വാനി വർഷങ്ങളോളം പ്രതിനിധീകരിച്ചിരുന്ന ഇപ്പോൾ അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിനകത്ത് ജുഹാപുര എന്നൊരു പ്രദേശമുണ്ട്. ഏകദേശം 7 ലക്ഷത്തോളം പേർ പാർക്കുന്ന നഗരം ഒളിച്ചുവെക്കുന്ന ഒരു ദേശം. ഗുജറാത്ത് വംശഹത്യയിൽ സ്വന്തം നാട് നഷ്ടപ്പെട്ടവർ ജീവൻ മാത്രം നിലനിർത്തി പാർക്കുന്നത് ഈ ഭൂവിഭാഗത്തിലാണ്. 1973 സബർമതി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അധിവസിക്കാൻ അഹമ്മദാബാദിലെ സഗ്ലി നഗറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്ത് നൽകിയ പ്രദേശമാണ് ഇന്ന് ജുഹാപുര എന്ന് അറിയപ്പെടുന്നത്. 80കളുടെ പകുതിയോടെ അഹമ്മദാബാദിലും പരിസരത്തുമുണ്ടായ വർഗീയ സംഘർഷങ്ങളെ തുടർന്ന് മുസ്ലിങ്ങൾ പഴയ നഗരം വിട്ടൊഴിഞ്ഞ് ഇവിടെ എത്തി. തുടർന്നും സ്വന്തം ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ കോളനിയായി ജുഹാപുര. ജുഹാപുരയിലെ സിദ്ദീഖാബാദ് കോളനി ഈ പ്രദേശത്തിന്റെ നേർക്കാഴ്ചയാണ്. ഗുജറാത്ത് വംശഹത്യയിൽ ഊരുപേക്ഷിച്ചോടിയ മുസ്ലിങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന പലയിടങ്ങളിലൊന്നാണ് 180 മുറികളുള്ള ഈ കോളനി. ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും കൊലപാതകത്തെക്കുറിച്ചല്ല ഇവർക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചാണ്. हिंदू की कॉलोनी होती तो बहुत अच्छी डेवलप हो जाती। हमारे को यहाँ पे पानी की बहुत तकलीफ है, रोड की तकलीफ है, लाइट नहीं है, रात को अंधेरा रहता है, चोर चपाटे बहुत आते हैं, रिक्शा के टायर खोल नाखते, गाड़ियों के टायर खोलना कांच तोड़ देते. 1.5 ലക്ഷത്തിലധികം മുസ്ലിം വോട്ടുകളുണ്ട് ജുഹാപുരയിൽ മാത്രം. എന്നിട്ടും കോൺഗ്രസ് ഇന്നേ വരെ ഇവർക്കായി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. കലാപകാലത്തിന് ശേഷം ഈ പ്രദേശത്ത് എന്നും വിജയിച്ചിട്ടുള്ള BJP ആകട്ടെ വോട്ട് ലഭിക്കാത്തയിടത്തേക്ക് വികസനം നൽകില്ല എന്ന നിലപാടിലുമാണ്. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരിലും നരോദ പാട്ടിയയിലെയും ഗുൽബർഗ സൊസൈറ്റിയിലെയും ഉണങ്ങാത്ത മുറിവുകളുണ്ട്. ഇവർക്ക് നീതി ആവശ്യമാണ്. പക്ഷേ ഇവർക്ക് അടിയന്തരമായി വേണ്ടത് വെള്ളവും വെളിച്ചവുമാണ്, റോഡുകളാണ്. ഇവർക്ക് വേണ്ടത് വികസനമാണ്. അതിനുവേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് ഓരോ തവണയും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ഉന്നയിക്കുന്നത്. അഹമ്മദാബാദിലെ സിദ്ദീഖാബാദ് കോളനിയിൽ നിന്നും ക്യാമറ പേഴ്സൺ MN നിതീഷിനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1.